നമുക്കിന്ന് ഫിഷ് വാങ്ങാനായിട്ട് പോയാലോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിവിടെ ഒരു ഫിഷ് മാർക്കറ്റ് കണ്ടുപിടിച്ചെന്ന്. ഇപ്പം മിക്കപ്പോഴും അവിടുന്ന് തന്നെയാണ് ഈ ഫിഷ് വാങ്ങുന്നത്. ആക്ച്വലി സേക്കുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണത്. ഓടി നടന്ന് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ആണേ. ഇന്ന് വീഡിയോയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാലും. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. ഒരു പ്രവാസി ആളുടെ കുറച്ച് എക്സ്പീരിയൻസ് ഇങ്ങനെ കുറച്ച് നോട്ട്സ് പോലെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആളത് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. സോ അതിലെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഹസ്ബൻഡും വൈഫായിട്ടൊക്കെ വല്ലപ്പോഴും അടിയിടുന്നവരായിരിക്കുമല്ലേ. സോ ഞങ്ങളും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഓരോ അടികളൊക്കെ ഇടാറുണ്ടെന്നേ. സോ അതിൽ അടിയിടുന്ന മെയിൻ ഒരു റീസൺ ആണിത്. ആളുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരു വാക്കാണ് നോ എന്ന് പറയുന്നത്. സോ ആൾക്ക് നോ എന്ന് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും വിചാരിക്കും ആൾ ഭയങ്കര പാവമാണ്. ആക്ച്വലി ആൾ പാവമാണ്. പക്ഷേ ഈ ഒരു പാവം എന്ന് പറയുന്ന ഈ ഒരു ലേബിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാനും പറ്റിക്കാനും ഒക്കെ കുറച്ചുകൂടി സിമ്പിൾ ആണെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു UAE ലൈഫിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ചെറിയ പറ്റീര് മുതലും വലിയ പറ്റീര് വരെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നോ പറയേണ്ട സിറ്റുവേഷൻസിൽ സ്ട്രോങ് ആയിട്ട് നോ പറയാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചത് കേട്ടോ.